നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ. നമ്മൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വീണ്ടും തുടങ്ങുകയാണ്. എല്ലാവരും ഒരു ലൈക്ക് അടിച്ച് തുടങ്ങുകയാണെങ്കിൽ വളരെ സന്തോഷം. അങ്ങനെ നമ്മുടെ നാട്ടിലെ ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കാണുന്നത്. നമ്മളിപ്പം തുറവൂർ ഭാഗത്തായിട്ടാണുള്ളത്. തുറവൂർ മുതൽ ഒറ്റപ്പുന്ന വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇവിടെ വരെയാണ് അശോക ബിൽക്കോണിൻ്റെ കരാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കാണുന്ന ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ, അതായത് തുറവൂർ മുതൽ അരൂര് വരെയുള്ള ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണത്തിലെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പണിയും കൂടി KCC ബിൽക്കോണാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് കുറേ കൂടി പൈലിങ്ങുകളും തൂണുകളുടെയൊക്കെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് നടക്കാനുണ്ട്. അതിനിപ്പം മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടാണ് തെക്കൻ കേരളത്തിൽ ഇപ്പം അശോക ബിൽക്കോണിൻ്റെ കൂടെ തന്നെ KCC ബിൽക്കോണിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇനി പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണവും പിയറിൻ്റെ നിർമ്മാണവും പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണവും ഒക്കെയാണ് ഇനി വരാനുള്ളത്. നമ്മൾ നേരെ മുമ്പോട്ട് പോകുമ്പം രണ്ട് സൈഡിലും ഇപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ഡയറക്ഷനിലോട്ടും എറണാകുളം തിരിച്ചങ്ങോട്ട് പോകുന്ന ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങളൊക്കെ സർവീസ് റോഡ് വഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം അപ്രോച്ച് റോഡിൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. നമുക്കിവിടെ ഇപ്പം രണ്ട് സൈഡിലുമായിട്ട് ചെറിയ ആറിവാൾ ബ്ലോക്ക് വെച്ചിട്ടുള്ള ബ്രിക്സ് വെച്ചിട്ടുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലുമായിട്ട് നമുക്കിപ്പം കുറച്ചൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഡ്രഡ്ജ് ചെയ്തെടുത്തിട്ടുള്ള മണ്ണാണ്, നമുക്ക് കാണുമ്പം അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. തുറവൂർ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മാക്ഷി കവലയിലാണ് ഇനി നമ്മൾ നേരെ പോകുന്നത്. നമുക്ക് ഇവിടെ തന്നെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് നമുക്കിവിടെ കാണാൻ പറ്റും. KCC ബിൽക്കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ നമ്മൾ ഇവിടുന്ന് ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോകുന്ന വഴിക്ക് പലയിടത്തായിട്ടും തന്നെ ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെയൊക്കെ പലയിടത്തായിട്ടും നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു മഞ്ഞ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വലിയ വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് പോകണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടിടത്തേ സൈഡിലായിട്ടുള്ള ടോൾ ഫ്രീ നമ്പറാണ് NHAയുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കാനുള്ളൊരു നമ്പറാണ് 1033. അപ്പോൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നമുക്ക് പിന്നെ ഇവിടെ വലതുവശത്തായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ സ്ലാബാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന തുറവൂർ ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടൊക്കെയായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് അത്യാവശ്യം നേരത്തെ തന്നെ പണി കഴിഞ്ഞ് കിടക്കുന്ന ഭാഗം തന്നെയാണ് നമ്മളിപ്പം വീണ്ടും കാണുന്നത്. ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറിനകത്ത് കൊണ്ടുവന്ന് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മെയിൻ ആറുവരി പാതയിലോട്ട് അടിക്കത്തക്ക രീതിയിലുള്ള ലൈറ്റാണ് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇനി സർവീസ് റോഡിലോട്ട് വെട്ടം അടിക്കത്തക്ക രീതിയിലുള്ള ലൈറ്റ് ഇനി വെക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു ലൈറ്റേ കാണുന്നുള്ളൂ. അതിനി കുറച്ചുകൂടെ കഴിഞ്ഞേച്ച് ചിലപ്പോൾ കൊണ്ടുവന്ന് വെക്കുമായിരിക്കും. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ തുറവൂർ മുതൽ ഈ ഒരു ഒറ്റപ്പുന്ന വരെയുള്ള അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22/2/2026 ഞായറാഴ്ചയായിരുന്നു എടുത്തത്. ഏകദേശം ഒരു 3.5 മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ 21/4/2026. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എനിക്ക് വന്ന് എടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. നമ്മുടെ അളിയച്ചാർ ഫ്രീ ആവുന്നതിന് വേണ്ടിയിട്ട് കാത്തിരുന്നതാണ്. എന്നാലേ നമുക്ക് ഇതേപോലെ പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു അവിയൽ പരുവം പോലെ കുറച്ച് സ്ഥലത്ത് മാത്രം എടുത്ത് കാണിച്ച് തരേണ്ടി വരും. അത് നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയായിരുന്നു, അവനും എൻ്റെ കൂടെ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 3.5 മാസത്തോളം നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. നമ്മൾ നേരെ എത്താൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മാക്ഷി കവലയിലോട്ടാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. പത്മാക്ഷി കവല എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് നമുക്ക് ദാണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയും രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ക്രാഷ് ബാരിയറിനകത്ത് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ചിലതിനകത്ത് സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്, ഇനി ചിലതൊക്കെ ഇങ്ങനെ പോസ്റ്റായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിനകത്തേക്ക് ഇനി പണി ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ തുറവൂരിൽ നിന്നും ഒറ്റപ്പുന്ന അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം ഈ അപ്രോച്ച് റോഡുകളുടെ, അതായത് അണ്ടർപാസുകളുടെയൊക്കെ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്തായിട്ട് തന്നെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടുന്ന് മുമ്പോട്ട് പോകുന്നിടത്ത് പലയിടത്തും അപ്രോച്ച് റോഡുകളുടെയൊക്കെ നിർമ്മാണം കഴിഞ്ഞ അണ്ടർപാസുകളൊക്കെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ചിലയിടത്തൂടെയൊക്കെ മുകളിൽ കൂടിയൊക്കെ റോഡ് കടന്നു പോകുന്നുണ്ട്.
അപ്പം എപ്പോഴും ശ്രദ്ധിച്ച് വാഹനം ഓടിച്ച് പോകാൻ ശ്രമിക്കുക. നമ്മളിപ്പം പത്മാക്ഷി കവലയിലുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ മണ്ണിട്ടൊക്കെ ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ടാറിങ് വർക്കുകൾ, ആദ്യത്തെ ഘട്ടം ടാറിങ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മീഡിയൻ വരുന്ന ഭാഗത്തെ പണി പൂർത്തിയാവാനുണ്ട്. പിന്നെ ഇവിടെ ഇടയ്ക്കായിട്ടൊരു പോസ്റ്റ് ഇപ്പം കഴിഞ്ഞു പോയിട്ടുണ്ട്, അതും എടുത്തു മാറ്റണം. പിന്നെ രണ്ട് സൈഡിലുമായിട്ട് ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തായിട്ട് തന്നെ കോൺക്രീറ്റ് വർക്കുകളും ചെയ്ത് തീർക്കാനായിട്ട് ബാക്കി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമായിട്ടായിരിക്കും പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് രണ്ട് സൈഡിലുമായിട്ടൊക്കെ പിടിപ്പിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. പത്മാക്ഷി കവല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ വരുന്നത് പൊന്നാമ്പേളി വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മൾ പത്മാക്ഷി കവലയുടെ അണ്ടർപാസിൻ്റെ ഇറക്കം ഇറങ്ങി നേരെ മുമ്പോട്ട് വരികയാണ്. ഇവിടെ രണ്ട് സൈഡിലും ഇനിയും ക്രാഷ് ബാരിയർ, നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ക്രാഷ് ബാരിയറിനകത്ത് കോൺക്രീറ്റ് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് കുറച്ച് ക്രാഷ് ബാരിയറിനകത്ത് കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലുമായിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പോസ്റ്റും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ ഒരു പാലം ഉണ്ടായിരുന്നു, അതിനോട് ചേർന്ന് തന്നെ ഇടത്തെ സൈഡിലായിട്ട് പുതിയൊരു പാലത്തിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞാണ് പിന്നെ നമ്മൾ പൊന്നാമ്പേളി ഭാഗത്തോട്ട് പോകുന്നത്. നമുക്ക് പൊന്നാമ്പേളി എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് തന്നെ അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അവർ ആ സാധനം കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല രണ്ട് സൈഡിലും ഇപ്പം നോക്കാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കോൺക്രീറ്റിൻ്റെ ചെറിയ തൂണുകൾ അവിടെ രണ്ട് സൈഡിലും നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ പൊന്നാമ്പേളിയിലും ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കരുതുന്നത്. അതിനു വേണ്ടി തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പൊന്നാമ്പേളി കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോവുകയാണ്. പൊന്നാമ്പേളി കഴിഞ്ഞേച്ച് നേരെ പട്ടണക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത്. പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂൾ വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് വലത്തേ സൈഡിലായിട്ട് നമ്മൾ കാണുന്ന ഭാഗത്തായിട്ട് കുറച്ച് നാളിന് മുമ്പേ സർവീസ് റോഡുകളുടെ പണിയൊന്നും വലുതായിട്ട് നടക്കാതിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പം കുറേ കൂടി സർവീസ് റോഡിൻ്റെയൊക്കെ പണി കുറച്ചും കൂടി കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വാഹനങ്ങൾ ക്രോസ് ചെയ്ത് കയറി പോകുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വരുമ്പോഴും ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക. പെട്രോൾ പമ്പിൽ വലത്തേ സൈഡിലായിട്ട് പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ആയിരിക്കും വരുന്നത്. അപ്പം ആലപ്പുഴയിൽ നിന്ന് നമ്മൾ എറണാകുളം ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങൾ അത്യാവശ്യം നല്ല ഫാസ്റ്റിലായിരിക്കും വരുന്നത്. അപ്പം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും അവിടെ കൂടുതലായിരിക്കും. ഇതിപ്പം ഇവിടെ മാത്രമല്ല, ക്രാഷ് ബാരിയറിൻ്റെയും മീഡിയൻ വരുന്ന ഭാഗത്തുമൊക്കെ ആയിട്ട് ഇടയ്ക്കായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് പല സ്ഥലത്തുമായിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുന്നിടത്ത് പല സ്ഥലത്തും ഇതേപോലെ തന്നെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഹരിപ്പാട് കഴിഞ്ഞിട്ട് കായംകുളം ഡയറക്ഷനിലോട്ട് പോകുമ്പം കരിയിലക്കുളങ്ങരയിൽ തന്നെ അവിടെ വലത്തേ സൈഡിലായിട്ടൊരു പെട്രോൾ പമ്പുണ്ട്. അവിടെ ഇതേപോലെ തന്നെ ക്രോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളിന് മുമ്പേ അവിടെ ക്രോസ് ചെയ്ത് പോയൊരു വാഹനത്തിൽ കൊണ്ടുവന്ന് ഒരു കാറ് കൊണ്ടിട്ട് ഇടിക്കുകയും ആൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ചിലപ്പം കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയോട് പരാതി പറഞ്ഞിട്ടായിരിക്കും അവിടെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാനുള്ള സാധ്യത വരുന്നത്. അപ്പം പണികളെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഗ്യാപ്പെല്ലാം അടയ്ക്കും, കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. നമ്മൾ അങ്ങനെ പട്ടണക്കാട് സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ടുള്ള അണ്ടർപാസ്സാണ് വയലാർ കവല. അങ്ങനെ വയലാർ കവലയിലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ, അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ അതുവഴി കയറി പോകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ വയലാർ കവലയിൽ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ സ്കൂളിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മളിപ്പം കണ്ടതാണ് ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണവും ആ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം സ്കൂൾ അടുത്തുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം അപ്പോൾ അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. കുട്ടികൾ ക്രോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് അത് ഫുട് ഓവർ ബ്രിഡ്ജ് ഈ ഒരു ഏരിയയിൽ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണവും കുറച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വയലാർ കവലയിലെ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ടാറിങ് വർക്കുകൾ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലുമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെയും നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ പൊന്നാമ്പേളിയിലെ അണ്ടർപാസിൻ്റെ കൂട്ട് തന്നെ ഈ ഒരു ഭാഗത്തും രണ്ട് സൈഡിലുമായിട്ട് ക്രാഷ് ബാരിയറിനകത്തെ കോൺക്രീറ്റ് വർക്കുകൾ കഴിയാനുണ്ട്. മാത്രമല്ല മീഡിയൻ വരുന്ന ഭാഗത്തെയും കോൺക്രീറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. അവിടെയും കമ്പികളൊക്കെ വെച്ചിട്ടുള്ള പണികൾ കഴിയാനുണ്ട്. രണ്ട് സൈഡിലും പിന്നെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെക്കാനുള്ള പണിയുണ്ട്. അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റുകളൊക്കെ സ്ഥാപിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തും ഉണ്ടാകും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ
നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മളടുത്ത ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിഷപ്പ് മോർ സ്കൂൾ വരുന്ന ഭാഗമാണ് പിന്നെ പ്രധാനപ്പെട്ട സ്ഥലം. അപ്പോൾ അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പണിയുണ്ട്, കുറച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. തൂണുകളുടെയൊക്കെ രണ്ട് സൈഡിലും തൂണുകളുടെയൊക്കെ നിർമ്മാണമാണ് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ പറയത്തക്ക പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം മീഡിയൻ വരുന്ന ഭാഗത്തെ പണി ഇതുവരെയായിട്ടും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഗ്യാപ്പ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ രണ്ട് സൈഡിലും സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള പണികളും ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങാനുണ്ട്. അങ്ങനെയുള്ള പണികളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. KCC ബിൽക്കോൺ എനിക്ക് തോന്നിക്കുന്നത് ചേർത്തല കഴിഞ്ഞേച്ച് പിന്നെ അങ്ങോട്ട് ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞേച്ച് പിന്നെ കൊല്ലം ഡയറക്ഷനിലോട്ടുള്ള പണികളൊക്കെയാണ് അത്യാവശ്യം ഫാസ്റ്റായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇനി വന്നേച്ച് പണി പുരോഗമിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നാണ്ട മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് പണികൾ ഇനി പുരോഗമിക്കാനുണ്ട്. നമ്മൾ പുതിയകാവ് ക്ഷേത്രം കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് നേരെ ബിഷപ്പ് മോർ സ്കൂളിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് വരെ നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഭാഗത്തൊന്നും മീഡിയൻ വരുന്ന ഭാഗത്തെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ കിടക്കുകയാണ്. പോച്ചയൊക്കെ പിടിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണവും പിന്നെ അറുവരി പാതയുടെ ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകളും ഒക്കെ കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ നേരെ സ്കൂളിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ അവിടെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് ആ ഒരു സാധനം അവിടെ കിടപ്പുണ്ട്. പക്ഷേ ആക്റ്റീവായിട്ടുള്ള പണി നടക്കുന്നില്ല. രണ്ട് സൈഡിലും കുറച്ച് തൂണിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് കിടപ്പുണ്ട്. വേറെ വലുതായിട്ടുള്ള പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഞാൻ വീഡിയോ നമ്മൾ വിടുന്ന സമയത്ത് കുറച്ച് സ്പീഡിലായിട്ടായിരിക്കും വിടുന്നത്. പക്ഷേ നമ്മളൊരു 3.5 മാസത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോവിലായിട്ടാണ് വീഡിയോ ഓടിച്ചു വിടുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബിഷപ്പ് മോർ സ്കൂളിൻ്റെ അടുത്തായിട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ. എനിക്ക് തോന്നിക്കുന്നത് പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂൾ കഴിഞ്ഞേച്ച് പിന്നെ ഏറ്റവും വലിയ സ്കൂൾ നമുക്കിപ്പം ഹൈവേ സൈഡിലായിട്ട് എനിക്ക് തോന്നിക്കുന്നത് ഇതാണെന്ന് തോന്നുന്നു, ബിഷപ്പ് മോർ സ്കൂള്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് തങ്കിക്കവല അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. കുറേ നാളിന് ശേഷമാണ് പിന്നെ തങ്കിക്കവലൊരു അണ്ടർപാസിൻ്റെ പണികൾ ആരംഭിച്ചത്. അതിൻ്റെയൊക്കെ പണികൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നാണ്ട് ഇവിടെ ഒരു പാലമുണ്ട്, അത് പൊളിച്ച് പുതിയതായിട്ട് പണിയുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടില്ല. ഈ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലും 3 വരിപ്പാത കടന്നു പോകുന്ന ഭാഗത്തായിട്ടൊരു ചെറിയൊരു പാലമാണുള്ളത്. അപ്പോൾ അത് പാലം എൻ്റെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ കുറച്ച് പണിഞ്ഞിട്ടിട്ടുണ്ട്. മിക്കവാറും പണിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അത് ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് തങ്കിക്കവല അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അണ്ടർപാസിൻ്റെയൊക്കെ പണികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മീഡിയൻ വരുന്ന ഭാഗത്തെ പണി പുരോഗമിക്കാനുണ്ട്. രണ്ട് സൈഡിലെയും ക്രാഷ് ബാരിയറുടെ നിർമ്മാണം ഒക്കെ പുരോഗമിക്കാനായിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ സൈഡിലുമായിട്ടുള്ള ക്രാഷ് ബാരിയറും മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് പണികൾ ഇനി വരാനുള്ളതാണ്. അപ്പോൾ ഇത്രയും പണി പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണിട്ട് വരുന്ന പണിയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസുകളുടെയൊക്കെ നിർമ്മാണം ഈ കാണുന്ന രീതിയിൽ പുരോഗമിച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ പണികൾ KCC ബിൽക്കോൺ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ കേരളത്തിൽ ഇപ്പം പറയത്തക്ക രീതിയിലുള്ള പണി ആക്റ്റീവായിട്ടുള്ളത് KCC ബിൽക്കോണിൻ്റെയും അശോക ബിൽക്കോണിൻ്റെയൊക്കെ പണികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ശിവാലയ കമ്പനിയുടെയാണ്. അതിനിടയ്ക്കായിട്ട് വിശ്വസമുദ്ര കമ്പനി കരാറെടുത്തിരിക്കുന്ന റീച്ചിലെ പണികൾ കുറേ സ്ലോയിലായിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ തങ്കിക്കവല അണ്ടർപാസ് കഴിഞ്ഞിട്ട് നേരെ ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. നേരെ ചേർത്തല ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഭാഗത്തോട്ടുമൊക്കെയാണ് പോകുന്നത്. ഈ ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് ലെഫ്റ്റ് കയറി പോകുന്നതാണ് ചേർത്തല ബസ് സ്റ്റാൻഡിലോട്ടും പിന്നെ നഗരത്തിലോട്ടും ഒക്കെ പോകുന്ന റോഡ്. നേരെ നമ്മുടെ ഈ ഒരു അണ്ടർപാസ് വരുന്ന ഭാഗത്തു നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് റോഡുണ്ട്, അതുവഴിയാണ് കയറി പോകുന്നത്. തണ്ണീർമുക്കം ബണ്ടൊക്കെ പോകുന്നത് അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ചേർത്തല ഒറ്റപ്പുന്നയിൽ അണ്ടർപാസിൻ്റെയും അപ്രോച്ച് റോഡുകളുടെയൊക്കെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സൈഡിലുമായിട്ട് ക്രാഷ് ബാരിയറൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ കഴിയാനുണ്ട്. അപ്പോൾ ഇതാണ് ആ ലെഫ്റ്റിലോട്ടുള്ള റോഡ്. ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ചേർത്തല നഗരത്തിലോട്ട് പോകുന്ന റോഡ്. നേരെ പിന്നെ നമ്മൾ മുമ്പോട്ട് പിന്നെ ചേർത്തല ബൈപ്പാസും റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഭാഗത്തോട്ടും ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തുറവൂര് മുതൽ ഒറ്റപ്പുന്ന വരെ KCC ബിൽക്കോൺ കരാറേറ്റെടുത്തിരിക്കുന്ന റീച്ചിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഭാഗത്തായിട്ട് തന്നെ ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിരിക്കുന്നതാണ്
ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മുമ്പോട്ട് വരുന്നിടത്തെല്ലാം തന്നെ പത്മാക്ഷി കവല, പിന്നെ വയലാർ കവല, പിന്നെ തങ്കിക്കവല, ഒറ്റപ്പുന്ന അണ്ടർപാസ്, ഇത്രയും ഭാഗത്തായിട്ട് തന്നെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണത്തിലായിട്ട് തന്നെ ഈ ഒരു ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ അണ്ടർപാസുകളെല്ലാം തന്നെ 2 സൈഡിലുമായിട്ട് ക്രാഷ് ബാരിയർ കോൺക്രീറ്റ്, മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് കോൺക്രീറ്റ് വർക്കുകളാണ് ഇനി പുരോഗമിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. നമ്മൾ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറവൂര് മുതൽ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് കുറച്ചും കൂടെ KCC ബിൽക്കോണിൻ്റെ മാത്രം റീച്ച് നമ്മൾ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. വിശ്വസമുദ്രയുടെ വരുന്ന ഭാഗത്തോട്ട് പിന്നെ നമ്മൾ എടുത്തിട്ടില്ല, നമുക്ക് ബാറ്ററി ചാർജിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ വരും, അതിനകത്തൂടെ പിടിച്ച് ഞെക്കിയേക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.